പറയുന്നത്. എക്കാലത്തെയും വലിയ ചരിത്ര ഭൂരിപക്ഷവുമായി ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് വരും. 84,031. അതായത് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചത് എത്ര വോട്ടിന്റെ ലീഡാണ്? 2023 ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതെങ്കിൽ അതിനേക്കാൾ 4000 വോട്ട്. 2023 ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് കിട്ടിയത് 80,144 ആയിരുന്നെങ്കിൽ ഇക്കുറി 84,000 വോട്ടായിട്ട് ഇത് വർദ്ധിപ്പിച്ചു. 1,00,000 വോട്ടിന്റെ കരുത്തുമായിട്ടാണ് ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് വരുന്നത്. 52,907 വോട്ടിന്റെ ലീഡ്. 52,907 വോട്ടിന്റെ ലീഡുമായിട്ടാണ് ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് വരുന്നത്. 1,00,000 വോട്ടിന്റെ ലീഡ് പുതുപ്പള്ളി മണ്ഡലത്തിലെ സർവകാല റെക്കോർഡാണ്. കുന്നംകുളത്ത് 14 റൗണ്ട് പൂർത്തിയായപ്പോൾ AC മൊയ്തീന് 4,683 വോട്ടിന്റെ ലീഡുണ്ട്. ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങൾ മാത്രമാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. നേമം, തിരുവനന്തപുരം സെൻട്രൽ, അതേപോലെ ചാത്തന്നൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങൾ വളരെ വളരെ നിർണായകമാണ്. LDFിന്റെ ഉറച്ചക്കോട്ടയിൽ UDF മറ്റൊരു ജയം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിന് ജയിച്ചു. കഴിഞ്ഞ തവണ 30,000 വോട്ടിന് മണിയാശാൻ വിജയിച്ച മണ്ഡലത്തിൽ MM മണി 32,000 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ UDFിന്റെ സേനാപതി വേണു 20,021 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ 16 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 223 ബൂത്തുകൾ എണ്ണുമ്പോൾ വിജയമുറപ്പിച്ചിരിക്കുന്നു തോമസ് ഉണ്ണിയാടൻ 10,041 വോട്ടുകൾക്ക്. കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി വിജയത്തിലേക്ക് 3,217 വോട്ടിന്റെ ലീഡ്. പയ്യന്നൂരിൽ 1,152 പേർ നോട്ട. ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം ഇടതുകോട്ടയായ പയ്യന്നൂരിൽ 1,152 പേരാണ് പയ്യന്നൂരിൽ പാർട്ടിയോടുള്ള വിരോധം മൂലം നോട്ടയ്ക്ക് കുത്തിയത്. വി കുഞ്ഞികൃഷ്ണന് പോലും കൊടുക്കാതെ നോട്ടയ്ക്ക് കൊടുത്തത് 1,152 പേരാണ്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് 8,308 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ 8,308 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. വൈക്കത്ത് വൻ അട്ടിമറിക്ക് സാധ്യത. ബിനിമോന്റെ ലീഡ് 1,406. UDF ലീഡ് ചെയ്യുന്നു. വൈക്കത്ത് ഇടതുകോട്ടയായ വൈക്കത്ത് LDFിനെ മറികടന്ന് UDF. തൃത്താലയിൽ 11,234 വോട്ടിന്റെ ലീഡിൽ ഭൂരിപക്ഷത്തിൽ VT ബൽറാം സഭയിലേക്ക് എത്തുന്നു. VT ബൽറാം 11,234 വോട്ടിന്റെ ലീഡ്. ഗുരുവായൂരിൽ LDFിന്റെ ലീഡ് ഇപ്പോൾ 491 വോട്ടായിട്ട് ചുരുങ്ങുന്നു. 491 LDFിന്റെ ലീഡ് ഗുരുവായൂരിൽ. ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ തകർച്ചയെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ. ധർമ്മടത്ത് പിണറായി വിജയന്റെ ലീഡ് 7,000 ഉയർന്നിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. 6 റൗണ്ടുകളിൽ പിണറായി വിജയനെ വിറപ്പിച്ച അബ്ദുൾ റഷീദ് 7ാമത്തെ റൗണ്ട് മുതൽ മാത്രമാണ് പിണറായി വിജയനെ ലീഡ് പിടിക്കാൻ സാധിച്ചത്. ഇപ്പോൾ 7,000-ഓളം വോട്ടായി UDF വിജയിച്ചിരിക്കുന്നു. കോഴിക്കോട് നോർത്തിൽ ജയന്ത് 1,300-ലധികം വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു. ജയന്ത് ജയിച്ചു. കോഴിക്കോട് വലിയ അട്ടിമറി, വൻ അട്ടിമറി. കോഴിക്കോട് നോർത്തിൽ ജയന്ത് വിജയിച്ചിരിക്കുന്നു 1,300 വോട്ടുകൾക്ക്.